കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം സൂപ്പർ ക്രോസിംഗ് ബൈക്ക് റേസിംഗിന് നൽകിയ സംഭവത്തിൽ നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷം. സ്റ്റേഡിയം നശിപ്പിച്ച സംഭവത്തിൽ കർശന നടപടി വേണമെന്നാണ് UDF കൗൺസിലർമാരുടെ ആവശ്യം. സ്റ്റേഡിയം ഈ മാസം 25-നകം പഴയപടിയാക്കുമെന്നാണ് ബൈക്ക് റേസിംഗ് സംഘാടകർ KFA അറിയിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി വിനീഷ് കുമാർ ചേരുകയാണ്. വിനീഷ്, ഏതായാലും ബൈക്ക് റേസിംഗിന്റെ ഭാഗമായി സ്റ്റേഡിയം ആകെ താറുമാറായി കിടക്കുകയാണ്. ഇതിനിപ്പോൾ പുനർനിർമ്മിക്കണം. അതിനുള്ള നീക്കങ്ങൾ അത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? മായ, സാധാരണ നിലയിൽ ഇത്തരത്തിലൊരു സ്റ്റേഡിയം, കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം, സൂപ്പർ ലീഗും എല്ലാം മത്സരങ്ങളെല്ലാം നടക്കുന്ന ഒരു സ്റ്റേഡിയം ഇത്തരത്തിൽ ബൈക്ക് റേസിങ്ങിന് അനുവദിക്കാൻ പാടില്ലെന്നുള്ള നിലപാട് തന്നെയാണ് UDFിൻ്റേത്. UDFിലെ കൗൺസിലർമാർ അത് വ്യക്തമാക്കിയതുമാണ്. കാരണം നമുക്കറിയാം, ഇത് വ്യാപകമായി തന്നെ ഈ സ്റ്റേഡിയത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ നാശനഷ്ടങ്ങളെല്ലാം പരിഹരിച്ച് 25-നകം തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് പഴയപടിയാക്കി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സംഘാടകർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ആവാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. കാരണം പുല്ലുകൾ, അതിൻ്റെ പാർശ്വഭാഗവും കഴിഞ്ഞിരിക്കുന്നു. ആ പുല്ലുകളെല്ലാം തന്നെ ഇനി കിളിർത്ത് വരേണ്ടതുണ്ട്. അതിനിപ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള ഇറിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, വെള്ളം നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പുല്ല് വളർത്താനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ 25-നകം പഴയ അവസ്ഥയിലേക്ക് എത്തുമോ എന്നുള്ളൊരു സംശയമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കടുത്ത നിലപാടിലേക്ക് UDF കൗൺസിലർമാർ പോകുന്നത്. കാരണം ഈ 15-നകം ഈ വിഷയം പരിഹരിക്കാമെന്നായിരുന്നു ആദ്യം ഈ സംഘാടകർ പറഞ്ഞിരുന്നത്. ഇക്കാര്യം മേയർ O സദാശിവൻ തന്നെ വ്യക്തമാക്കിയതാണ്. 15-നകം തന്നെ പഴയപടിയാക്കും. എന്നാൽ പിന്നീട് അവർ 25-ലേക്ക് മാറുകയാണ് ഉണ്ടായത്. ഇതിങ്ങനെ നീണ്ടുപോകുന്നത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് UDF കൗൺസിലർമാർ. ഇത് എന്തായാലും കൗൺസിൽ ഈ വിഷയം ശക്തമായി ഉന്നയിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് UDFിൻ്റെ കൗൺസിലർമാർ പറയുന്നത്. ഒപ്പം തന്നെ കേരള ഫുട്ബോൾ അസോസിയേഷന് 20 ലക്ഷം രൂപ ഈ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് കേരള ഫുട്ബോൾ അസോസിയേഷനാണ് ഇപ്പോൾ ഈ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൻ്റെ ചുമതല അവർക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ അസോസിയേഷന് 20 ലക്ഷം രൂപ ഈ ബൈക്ക് റേസിംഗ് സംഘാടകർ നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൽ കോർപ്പറേഷനിൽ ഒരു രൂപ പോലും കോർപ്പറേഷനിലേക്ക് ലഭിച്ചിട്ടില്ല എന്നും UDF കൗൺസിലർമാർ പറയുന്നുണ്ട്. ഇതിൽ ഒത്തുകളി നടന്നിട്ടുണ്ടാവാം, ഇതിൽ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട് എന്നും UDF കൗൺസിലർമാർ പറയുന്നുണ്ട്. എന്തായാലും പരമാവധി ഒരു 25-ാം തീയതി വരെ നോക്കാം. അതിനുശേഷവും ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് UDFിൻ്റെയും അതുപോലെ തന്നെ BJPയുടെയും കൗൺസിലർമാരുടെ തീരുമാനം. മായ.